പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ അത്ര. ഏവർക്കും ഷാഹുൽ ടോക്സിലേക്ക് സ്വാഗതം. സ്നേഹം ഇതെല്ലാവർക്കും ആവശ്യമാണ് അല്ലേ? ആഗ്രഹമുണ്ട്, കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ സ്നേഹം എന്ന വികാരം അത് ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒന്നാണോ? അല്ല. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ, കിട്ടാത്തവർ നിർഭാഗ്യർ എന്ന് പറയാം, നിർഭാഗ്യവതികൾ എന്നും പറയാം അല്ലേ? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. പറ്റാവുന്ന പോലെ ലൈക്കും അതുപോലെ ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യും. ഇതൊരു ഇമോഷനാണ് സ്നേഹം അല്ലേ? നമ്മുടെ പല സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയല്ലേ? വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഏതൊക്കെയായിരുന്നു. പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, ചാനലിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആവണോ അതോ ആക്കണോ, ലൈഫ് എൻജോയ് ചെയ്യണോ എന്നൊക്കെ ഓരോരുത്തർ സ്വന്തം തീരുമാനമാണ് അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കാനുള്ളതല്ലേ? അതെ. അപ്പോൾ പല സാഹചര്യങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നു, കിട്ടുന്നില്ല. ചിലർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണോ? അല്ലല്ലോ. ഏത് പ്രായക്കാരിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവനവൻ്റെ സന്തോഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഈ സ്നേഹം അല്ലേ? സ്നേഹം കിട്ടുക, കെയറിങ് കിട്ടുക, ലാളന കിട്ടുക. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എവിടെ വെച്ചാണ് സ്നേഹം നഷ്ടപ്പെട്ടതെന്ന് ചിലരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ജീവിതചക്രം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ചിലർ ഭാഗ്യവാന്മാരാ. ഏത് പ്രായത്തിൽ അവർക്കത് നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ ലൈഫ് ആ തരത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടോപ്പിക്ക് പോലെ ഏഴുള്ള ആളുകളായിരിക്കും അവർ. അതോറിറ്റി അതുപോലെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ആളുകളാണ്. അവരുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായുള്ള ബോധമുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ അവർ സെക്യൂർഡായിരിക്കും. അപ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങളുണ്ടാവില്ല. അവരെ കയറി ഭരിക്കാൻ ആരും ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ നാനാതുറകളിൽ അവർ എൻജോയ് ചെയ്ത് പോവും. ചിലർ അടിമകളെപ്പോലെ ആവും. അപ്പോൾ എന്താവും? എവിടെ നിന്നാണ് പിന്നെ ഈ സന്തോഷം സ്നേഹമൊക്കെ കിട്ടുക? റേഷൻ കടയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാറില്ലേ? അതുപോലെ ആയിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ എന്തുണ്ടാവും? സ്നേഹം കിട്ടാണ്ട് എണ്ണിപ്പറക്കി നടക്കും. ആരും കേൾക്കാനില്ലാത്തവരുടെ നൊമ്പരങ്ങൾ നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സ്നേഹമുള്ളിടത്ത് ഈ നൊമ്പരങ്ങൾ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒക്കെ ആളുണ്ടാവുള്ളൂ. തണലായും തുണയായൊക്കെ. സ്നേഹം മരിക്കുമ്പോൾ പ്രണയം മരിക്കും അല്ലേ? സ്നേഹവും പ്രണയം ഒന്നാണോ? ഇതൊക്കെ ബന്ധമുണ്ടല്ലേ? ഒന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ പഴയകാല ഓർമ്മകളും വരാനിരിക്കുന്ന ചിറക് മുളയ്ക്കുന്ന സ്വപ്നങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാവും? സഹതാപവും കരുണയും ഒക്കെ ഉണ്ടാവും. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ നിൽക്കില്ല. അതും നമ്മുടെ വേറൊരു ടോപ്പിക്കാണ് കേട്ടോ. വീഡിയോ കാണാത്തവർ പോയി കണ്ടോളൂ, ചാനലുണ്ട്. കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ തളർത്താറുണ്ടോ? തളർത്താറുണ്ടോ? തളരുന്നവരുണ്ട്, അതിൽ നിന്ന് വളരുന്നവരുമുണ്ട്, ആ തളർച്ചകളിൽ വീണു പോകുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ കാതലായിട്ടുള്ളൊരു ഭാഗമാണ് എന്ത്? ഈ സ്നേഹം. അപ്പോൾ സ്നേഹം എല്ലാവർക്കും വേണം. കുട്ടികൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, പ്രായമായ ആളുകളായിക്കോട്ടെ അല്ലേ? എല്ലാവർക്കും അവരെ കൊഞ്ചിച്ച് സംസാരിക്കുന്നതും അവർക്ക് കെയർ കൊടുക്കുന്നതും അവരെ റെസ്പെക്റ്റ് ചെയ്യണതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് എൻ്റെ കരളേ, എൻ്റെ പൊന്നേ, പിന്നെ പല പേരുകളിലൊക്കെ വിളിക്കുന്നില്ലേ? അതൊക്കെ അവിടെ വരുന്നതാ. അതേസമയം ചീത്തവിളിയും അതുപോലെ തന്നെ അലറിവിളിയൊക്കെ ആണെങ്കിലോ പലരും ഇപ്പം ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും അല്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു
ആ ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നഷ്ടപ്പെടാതെ ഇരുന്നെങ്കിൽ, ഇനിയും ഈ എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ചിലർ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാവും, ചിലർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാവും, അല്ലേ? കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹം വേറെയാണ്, മുതിർന്നു വരുമ്പോഴുള്ള സ്നേഹം വേറെയാണ്, വാർദ്ധക്യത്തിലെത്തുമ്പോഴുള്ള സ്നേഹം വേറെയാണ്. അപ്പം ഈ സ്നേഹത്തിന് പല അർത്ഥമാണ്. അപ്പം സ്നേഹം കൊതിക്കാത്ത ആരുമില്ല. അത് കൊടുക്കാനും വാങ്ങാനും എല്ലാവരും തയ്യാറാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലർക്കൊന്നും കിട്ടുന്നില്ല, ചിലർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ, മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ സ്നേഹം എന്ന ഘടകം അത് എപ്പോഴും കൂടെ ഉണ്ടാവണം. സ്നേഹത്തിൻ്റെ വേറൊരു വശമാണ് പ്രണയം. പ്രണയം മരിക്കാറില്ല എന്ന് പറയാറില്ലേ? അപ്പോൾ സ്നേഹം നിലനിൽക്കട്ടെ, അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടാവും. ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ടാവും, ആഗ്രഹിച്ചിട്ടും ജീവിതം ഇനി ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പുകളാവും അവർക്ക് പാളിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ വിധി അവരങ്ങനെ ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് സമാധാനിക്കാം, ഇല്ലേ? പലർക്കും ഇപ്പോൾ ഒരു കുത്തൊക്കെ കൊള്ളുന്നുണ്ടാവും നെഞ്ചിനകത്ത്, ഇല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ്? ഈ ലവ്, കെയറിങ്, തളർച്ചകളിൽ താങ്ങായിട്ട് വളർച്ചകളിൽ കൂടെ വളരാൻ തയ്യാറുള്ള ആളുകൾ, നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും അവരുടെ പ്രശ്നമായി കണ്ട് കൂടെ നിൽക്കുന്ന ആളുകൾ, അതൊക്കെയുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവരെ സന്തോഷപ്പെടുത്താനായിട്ട് അവരെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ. ചിലപ്പോൾ അത് ലൈഫ് പാർട്ട്ണറാകാം, അതല്ലെങ്കിൽ നല്ല സുഹൃത്താവാം. അങ്ങനെ പലരും ഇല്ലേ? പല പേരിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ പേരിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എനിവേ, സ്നേഹം അതൊരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഘടകമാണ്. ഇതിനിങ്ങനെ നല്ല ഡെഫിനിഷൻ കൊടുക്കേണ്ടത്, ഇങ്ങനെ നല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആ തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി താടി മുടിയൊക്കെ നിരക്കട്ടെ, എന്നിട്ട് അതൊക്കെ പറയാം, അല്ലേ? അല്ലെങ്കിൽ പറയും മാഷ് ഇതൊന്നും പഠിക്കാതെ എങ്ങനെ പഠിപ്പിക്കണം ചോദിക്കാറില്ലേ? അതുപോലെ അപ്പോൾ ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരുപാട് ഓണമുണ്ട ആളുകളിൽ എല്ലാവരും, എല്ലാവർക്കും അനുഭവം കുരുവായിരിക്കും. കുരുവാണോ ഗുരുവാണോ? അപ്പോൾ ജീവിതമാകുമ്പോൾ എന്തുണ്ടാവും? തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായി കണ്ടിട്ടാണ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്നേഹം നിലനിൽക്കട്ടെ എല്ലാവർക്കും. സ്നേഹത്തിന് വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടല്ലോ, വേണ്ട. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തേണ്ട ഒന്നാണ്. സ്നേഹം ഒരിക്കലും മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല. നാളെ നീളെ വെച്ച് അത് എന്താവും? ഒരു ദിവസം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റാതെ അവരെ നമുക്ക് നഷ്ടപ്പെടും. വാങ്ങിക്കാൻ വിചാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് കിട്ടാതെ പോവും. അപ്പോൾ നാളെകൾ ജീവിക്കാമെന്ന് കരുതാതെ ഇന്നുകൾ ജീവിക്കാനും ഇപ്പോൾ ജീവിക്കാനൊക്കെ തയ്യാറായാലേ, പ്രസൻറ്റിൽ ജീവിക്കാൻ തയ്യാറായാലേ അത് പറ്റുള്ളൂ. പരിമിതികളും പരിവട്ടങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളാവാം. എന്തൊക്കെ തന്നെ ആയാലും അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതമാകുന്ന ആ ചക്രം അങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. ആയുസിൻ്റെ ദിവസങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ സ്നേഹിക്കാനും അതുപോലെ തന്നെ ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാനും എല്ലാവർക്കും പറ്റട്ടെ. ഇപ്പോൾ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. ആ ഹാപ്പിനെസ്സിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വേണം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇമോഷനുകളാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്നേഹം കൊതിക്കുന്നവർക്ക് കിട്ടട്ടെ, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ കൊടുത്തും വാങ്ങിച്ചും എല്ലാവർക്കും സ്നേഹത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകൾ പറഞ്ഞോളൂ. കൂടെ കൂടൂ, ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നില്ലേ? ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. ആ കുറവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നികത്തുക. അപ്പം സ്നേഹമാണ്. സ്നേഹം എല്ലാവർക്കും അറിയാലോ, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. സ്നേഹിക്കുന്ന മനസ്സും സ്നേഹിക്കപ്പെടുന്ന മനസ്സും അതൊരു ഭാഗ്യമാണ്. അപ്പോൾ പ്രണയം മരിക്കാതിരിക്കട്ടെ.
എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു ഓൾ.